ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാതെ അടിപൊളി സ്നാക്ക് റെഡിയാക്കിയാലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള 2-3 ചേരുവകൾ മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ശരി, ഇത് വേഗം നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് തൊലിയൊക്കെ പൊട്ടിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരയുന്നില്ലെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും മിക്സാക്കി കൊടുക്കണം. നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും തുല്യ അളവിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് റവയും 1/2 കപ്പ് അരിപ്പൊടിയും. ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു കട്ടിയുള്ള ഒരു ബാറ്ററാക്കി മാറ്റണം. അതാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് പറയാത്തത്. ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും, ഇല്ലാത്തവർക്ക് കുറവ് വേണ്ടി വരും. ഒരു കട്ടിയുള്ള ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ബാറ്റർ ഉണ്ടാകുന്നില്ല, അത്ര കട്ടിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. നല്ലവണ്ണം കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് കലക്കിയതിന് ശേഷം നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു 1/4 കപ്പ് ശർക്കരൻ്റെ പൊടി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളതിൽ അച്ചുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു അച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 1/2 ഗ്ലാസ് അവൽ, വെളുത്തതോ ചുവന്നതോ ഏത് അവൽ വേണമെങ്കിലും എടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ അവൽ നല്ലവണ്ണം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ശർക്കരയിൽ പൊതിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിതിൻ്റെ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ഏലക്ക പൊടി ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് അവലും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഫില്ലിങ് വളരെ കുറവായിട്ട് പേരിൽ. അപ്പം നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് വേണം ഫില്ലിങ്ങിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താനായിട്ട് കേട്ടോ. റെഡി ആയിട്ടിട്ട് ഇതിൻ്റെ തീ നമുക്ക് ഇനി ഓഫ് ചെയ്യാം. നമുക്കൊരു പാത്രം എടുക്കാം. ഇതുപോലത്തെ സ്റ്റീൽ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് അല്പം നെയ്യ് തടവിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് വാഴയിലോ ഏത് ഇല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടണമെന്നൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ തിരിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെ ഇല വെച്ചിട്ടാണ് ഇത് വെക്കുന്നത്. ഇത് മഞ്ഞളിൻ്റെ ഇല എന്ന് പറയും. ഇതിട്ടാൽ നല്ലൊരു സ്പെഷ്യൽ മണമാണ് ഈ ഇലക്ക്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ഫുഡിനും ഈ ഇലയുടെ നല്ലൊരു മണം വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഇല വെച്ച് കൊടുത്തിട്ടുള്ളത്. നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ബാറ്റർ ഒന്നും കൂടി കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതേ ലൂസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ നേരെ പകുതി ആദ്യം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നിരപ്പാക്കി കൊടുക്കണം. സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് നിരപ്പാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ബാക്കിയുള്ള ബാറ്റർ ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നിരപ്പാക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ എടുക്കുക ഒന്ന് ഫില്ലിങ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതേപോലത്തെ ബാക്കി ഒരു കഷ്ണം ഇലയുണ്ട്, അതിന് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. ഇതാ ഞാൻ സ്റ്റീം ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇലയൊക്കെ മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഈ ഇല വെച്ചത് ഈ എന്താ പറയുക, ഈ ലീഫിൻ്റെ നല്ലൊരു മണമാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരിമാവും ഈ ഇലയും നല്ലൊരു എന്താ പറയുക, അങ്ങനെ നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള
ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പം ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് ആരും തന്നെ പറയില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.